നമസ്കാരം. നൂറ്റാണ്ടുകളായി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ സാമ്പത്തിക കണക്കുകളും നികുതി വിവരങ്ങളും ഒടുവിൽ ചരിത്രത്തിലാദ്യമായി ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തി ചാൾസ് രാജാവ് മൂന്നാമൻ. സുതാര്യതയുടെയും ജനാധിപത്യത്തിന്റെയും വഴിയിൽ സഞ്ചരിക്കാൻ കൊട്ടാരം നിർബന്ധിതരായതോടെ കണക്കുകൾ പുറത്തുവരികയാണ്. ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം ചാൾസ് രാജാവ് ബ്രിട്ടീഷ് ഖജനാവിലേക്ക് നികുതിയായി ഒടുക്കിയത് 12.9 മില്യൺ പൗണ്ടാണ്. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 160 കോടിയോളം രൂപ. ഇതോടെ യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും ഉയർന്ന നികുതിദായകരിൽ ഒരാളായി രാജാവ് മാറിയിരിക്കുകയാണ്. രാജാവിന് തൊട്ടു പിന്നാലെ വെയിൽസ് രാജകുമാരനായ വില്യമും തന്റെ നികുതി വിവരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7.76 മില്യൺ പൗണ്ടാണ്, ഏകദേശം 85 കോടിയിലധികം രൂപ വില്യം നികുതി അടച്ചു. രാജകുടുംബത്തിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ ഉള്ളത്. എന്നാൽ ഈ നികുതി പ്രഖ്യാപനത്തിന് പിന്നിലുള്ള ആഡംബരങ്ങളുടെ ഇൻസൈഡ് വിവരങ്ങളാണ് ഇപ്പോൾ ബ്രിട്ടനിൽ വൻ ചർച്ചയാകുന്നത്. രാജകുടുംബത്തിന്റെ വിദേശ യാത്രകളിൽ ഏറ്റവും ചെലവേറിയത് വില്യം രാജകുമാരൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിലേക്ക് നടത്തിയ ലക്ഷറി യാത്രയായിരുന്നു. ഇതിനായി മാത്രം പൊടിച്ചത് 1,30,000 പൗണ്ടാണ്, അതായത് 1.5 കോടിയിലധികം രൂപ. കഴിഞ്ഞ ഏപ്രിലിൽ ചാൾസ് രാജാവും രാജ്ഞി കമീലയും ഇറ്റലിയിലേക്ക് നടത്തിയ സുഖവാസ യാത്രയ്ക്ക് ചിലവായത് 1,26,946 പൗണ്ടാണ്. ഇതുകൂടാതെ രാജകുടുംബത്തിന് ചുറ്റി നടക്കാൻ ഹെലികോപ്റ്റർ യാത്രകൾക്കായി മാത്രം കഴിഞ്ഞ വർഷം ഒഴുക്കിയത് 7,33,063 പൗണ്ടാണ്. ഡച്ചി ഓഫ് ലിങ്കാസ്റ്റർ എസ്റ്റേറ്റിൽ നിന്നും സ്വകാര്യ നിക്ഷേപങ്ങളിൽ നിന്നുമാണ് രാജാവിന് ഈ കോടികളുടെ വരുമാനം ലഭിക്കുന്നത്. സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ടതിനൊപ്പം കൊട്ടാരത്തിൽ നിന്നുള്ള മറ്റൊരു ഞെട്ടിക്കുന്ന തീരുമാനവും പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ കോടികൾ ചെലവിട്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വപ്രസിദ്ധമായ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് നവീകരണത്തിന് ശേഷവും ചാൾസ് രാജാവും രാജ്ഞി കമീലയും താമസം മാറില്ല എന്നതാണത്. അവർ നിലവിലുള്ള ക്ലാരൻസ് ഹൗസിൽ തന്നെ തുടരും. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണകാലത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ബ്രിട്ടീഷ് ഭരണാധികാരി ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് പുറത്ത് താമസിക്കാൻ തീരുമാനിക്കുന്നത്. കൊട്ടാരം പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് ടിക്കറ്റ് വെച്ച് സന്ദർശിക്കാവുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ തന്ത്രപരമായ നീക്കം. രാജകുടുംബത്തിന്റെ ഈ സുതാര്യത നാടകങ്ങൾക്കിടയിലും ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് സർക്കാർ നൽകുന്ന സഹായധനമായ സോവറിൻ ഗ്രാന്റ് വരും വർഷങ്ങളിൽ കുത്തനെ കൂട്ടാൻ റോയൽ ട്രസ്റ്റിമാർ പ്രത്യേക അനുമതി നൽകിക്കഴിഞ്ഞു. 2027-28 വർഷത്തോടെ ഇത് 100 മില്യൺ പൗണ്ടിലേക്ക്, അതായത് 1000 കോടിയിലധികം രൂപയിലേക്ക് ഉയരും. പൈതൃക കെട്ടിടങ്ങളുടെ പരിപാലനം, സൈബർ സുരക്ഷ, ഹരിത ഊർജ്ജം എന്നിവയുടെ പേര് പറഞ്ഞാണ് ഈ വൻ തുക ജനങ്ങളിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്നത്. ഇതിനെതിരെ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കടുത്ത അമർഷം പുകയുകയാണ്. രാജകുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ വെറും റിപ്പോർട്ട് പോരാ, കൃത്യമായ ഓഡിറ്റിംഗും സുതാര്യതയും വേണമെന്നും കൊട്ടാരത്തിലെ ടിക്കറ്റ് വിൽപ്പനയോട് ലഭിക്കുന്ന പണം മുഴുവൻ കൊട്ടാരത്തിലേക്കല്ല മറിച്ച് സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റണമെന്നും ലിബറൽ ഡെമോക്രാറ്റ് മുൻമന്ത്രി നോർമൻ ബേക്കർ പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും വലിയ മാറ്റങ്ങളിലൂടെയാണ് ബക്കിംഗ്ഹാം കൊട്ടാരം കടന്നു പോകുന്നത്. നിലവിൽ അവിടെ പണികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കുകയും അതിലൂടെ ലഭ്യമാകുന്ന ഫണ്ടിനെ ചൊല്ലിയും ഇപ്പോൾ ചർച്ചകൾ തുടരുകയാണ്.